നവരാത്രി സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളാണ് ഈ 9 ദിവസങ്ങളും. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അത് നമ്മുടെ ലൈഫായിട്ട് വലിയ കണക്ഷൻ ഉണ്ടെന്നുള്ളത്. കാരണം ഓരോ രൂപങ്ങൾ നമ്മളുടെ സ്ത്രീകളുടെ ലൈഫായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് ഓരോ രൂപത്തിൽ നിന്നും ഓരോ മെസ്സേജുകളും നമുക്ക് കിട്ടാറുണ്ട്. കാരണം തുടക്കം തന്നെ എന്താ പറയുക, അച്ഛൻ്റെ പൊന്നോമന പുത്രിയായിട്ട് ശൈലപുത്രിയായിട്ടാണ് അമ്മ അവതരിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം, അച്ഛൻ്റെ കൂടെയുള്ള കാലങ്ങൾ, അമ്മയോട് കൂടെയുള്ള കാര്യങ്ങൾ, അപ്പം നമുക്ക് കിട്ടുന്ന ഒരു അൺകണ്ടീഷണൽ ലവ്, നമ്മളെ അച്ഛനും അമ്മയും അങ്ങനെ സംരക്ഷിച്ചു പോരുന്ന ഓരോ കാര്യത്തും നമുക്ക് തരുന്ന കരുതൽ എല്ലാം കാണിക്കുന്നതാണ് ശൈലപുത്രി. പിന്നെ രണ്ടാമത് അമ്മയും അച്ഛനും നമ്മളെ അറിവിൻ്റെ ലോകത്തേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ ബ്രഹ്മചാരിണി, അവിടെ നമ്മുടെ സ്ട്രഗിൾസും ഉണ്ട്. നമ്മൾ ഒരു ടീനേജിലേക്ക് എത്തുമ്പോഴുള്ള നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും, അതിൻ്റെ ഇടയിൽ നമ്മുടെ പഠിത്തവും, അങ്ങനെ നമ്മളൊരു സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ഒരു ലൈഫ്. പിന്നെ തേർഡ് സ്റ്റേജ് ചന്ദ്രകണ്ഠ, നമ്മൾ ഒരു മാരീഡ് ലൈഫിലേക്ക് പോകുന്നു. അവിടെ നമ്മളൊരു പ്രൗഡ് വൈഫായിട്ട് നമ്മളൊരു റെസ്പോൺസിബിലിറ്റി എല്ലാം, ഒരു വീടിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് നമ്മൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ നാലാമത്തെ സ്റ്റേജ് കുഷ്മാണ്ഡ, ഒരു അമ്മയാവാനുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഓരോ അവയവത്തിനെയും നമ്മൾ അതൊരു പ്രിപ്പറേറ്ററി സ്റ്റേജായിട്ട്, ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മോനെയോ മോളെയോ കൊണ്ടുവരാനുള്ള ഒരു പ്രിപ്പറേഷൻ സ്റ്റേജായിട്ട് കുഷ്മാണ്ഡ അമ്മ കാണിച്ചു തരുന്നു. പിന്നെ സ്കന്ദമാത, അമ്മയായി കഴിഞ്ഞ് നമ്മൾ എങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു നമ്മളെ കുഞ്ഞുമക്കളെ എങ്ങനെ കൊണ്ട് വളർത്തണം എന്നുള്ള ഒരു ലെസനാണ് നമുക്ക് സ്കന്ദമാതയിൽ നിന്ന് കിട്ടുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ ആറാമത്തെ സ്റ്റേജായ കാർത്യായനി, ഒരു അമ്മയായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു അറിവായി കഴിയുന്നു. നമ്മൾ നമ്മുടെ ഫാമിലിനെ ഒന്നും കൂടി എല്ലാം ഒരു പ്രൊട്ടക്ഷനാണ് നമ്മൾ പിന്നെ അവിടെ നോക്കണം. നമ്മുടെ മക്കളുടെ ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഒരു പ്രൊട്ടക്ഷൻ, എപ്പോഴും നമ്മളൊരു കവചമായിട്ട്, ആ ഫാമിലിക്ക് ഒരു കവചമായിട്ട് നമ്മൾ നിൽക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അടുത്ത രൂപവും നമുക്ക് കാലരാത്രിയായിട്ട്, അതായത് നമ്മുടെ ഫാമിലിന് ആരെങ്കിലും ഒന്ന് എന്താ പറയുക, ഒരു ചെറിയൊരു പ്രശ്നം വരുവാണെങ്കിൽ നമ്മൾ അതൊരു ഉഗ്രരൂപമായിട്ട് നമ്മൾ നമ്മുടെ ഫാമിലിനെ മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരു പവറും കൂടി ദേവി നമുക്കവിടെ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന് കാണിച്ചു തരുന്നു. അത് കഴിഞ്ഞ് പക്ഷേ എന്താ പറയുക, ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് അധികം അഗ്രസീവ് അല്ലാതെ മഹാഗൗരിയുടെ രൂപത്തിൽ, 8ാമത്തെ ദിവസം മഹാഗൗരിയുടെ രൂപത്തിൽ ഇങ്ങനെയും ശാന്തിപ്രിയായിട്ടും നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരാം എന്നും ദേവി കാണിച്ചു തരുന്നു. പിന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് അതൊരു സിദ്ധിദാത്രി, അതായത് എല്ലാവരും നമുക്ക് ഹീൽ ചെയ്യാൻ കിട്ടുന്ന ഒരു പവറും കൂടി ദേവി കാണിച്ചു തരുവാണ്. നമ്മൾ എങ്ങനെ നമ്മുടെ ലൈഫിൽ പേഷ്യൻസ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നും കൂടി ദേവി കാണിച്ചു തരുന്നു. അപ്പം ഇതെല്ലാം നമ്മുടെ ലൈഫിൽ കണക്റ്റഡ് ആണ് അല്ലേ. നമുക്ക് ഓരോ ലൈഫ് സ്റ്റേജ് എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാലും നമ്മുടെ ലൈഫായിട്ട് ഭയങ്കര കണക്ഷൻ തോന്നുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഓരോ സ്റ്റേജസിലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ദേവി നമുക്ക് കാണിച്ചു തരുവാണ്. നമ്മുടെ ശക്തി, നമ്മുടെ ഒരു കുഞ്ഞു മോളായിട്ട് നമ്മൾ ജനിച്ചിട്ട്, ഒരു ഇന്നസെൻറ്റ് ഗേളായിട്ട് ജനിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ പവർ ഉണ്ടെന്നും ദേവി കാണിച്ചു തരുന്നതാണ്. നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്താ പറയുക, കുഞ്ഞു മോളായിട്ട് എല്ലാവരും സ്നേഹിക്കാനും പറ്റും. പക്ഷെ ഒരു സമയമാവുമ്പോൾ നമുക്ക് മഹാകാളിയായിട്ട് നമ്മുടെ ഫാമിലിനെയോ നമ്മുടെ സൊസൈറ്റീനെയോ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും എന്നുള്ള 2 രൂപവും, അതുപോലെ തന്നെ ഒരു അമ്മയുടെ കരുതൽ കൊടുത്ത് ശാന്തരൂപിണിയായിട്ടിരിക്കാനും പറ്റും എന്ന് എല്ലാം കാണിക്കുന്ന 9 രൂപത്തെ നമുക്ക് കാണിച്ചു തരുന്ന ത്രിപുര സുന്ദരിയാണ് നമ്മളിവിടെ ഈ 9 ദിവസങ്ങൾ ആരാധിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ 9 സ്റ്റേജസിൽ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് വരെ വേണമെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് എനിക്ക് പറയാം. അത് അടുത്ത വീഡിയോയിൽ.